ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ 83ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാസം തുടങ്ങി വെച്ചു അല്ലേ. സമാസത്തിൽ ആദ്യത്തേത് തത്പുരുഷ സമാസം പഠിച്ചു. തത്പുരുഷ സമാസം എന്ന് പറയുമ്പോൾ ഉത്തരപദപ്രധാനി തത്പുരുഷ എന്നാണ്. ഉത്തരപദപ്രധാനി, ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് തത്പുരുഷൻ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന് കുറച്ച് ഡിവിഷൻസ്, അതായത് കുറച്ച് ഉപഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് നഞ്ഞ് തത്പുരുഷ. തത്പുരുഷൻ്റെ ഒരു ഭേദമാണ് നഞ്ഞ് തത്പുരുഷ സമാസ എന്നാണ്. എന്താണ് ഈ നഞ്ഞ് തത്പുരുഷ സമാസം? അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് എത്ര പ്രഥമം പദം നിഷേധവാചി, എത്ര പ്രഥമം പദം നിഷേധവാചി തത്ര നഞ്ഞ് തത്പുരുഷ സമാസ. എത്ര തത്രയൊക്കെ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പ്രഥമം പദം, ആദ്യത്തെ പദം നിഷേധവാചി, നിന്ന് നെഗറ്റീവായിട്ട് പറയുക, നിഷേധമായിട്ട് പറയുക, തത്ര നഞ്ഞ് തത്പുരുഷ എന്നാണ്. അപ്പം നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം എന്താണ് അതെന്ന്. അപ്പോൾ ഉദാഹരണം ന ഭാവഃ, ഇത് വിഗ്രഹമാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിഗ്രഹവും വരും, സമസ്തപദവും വരും. അപ്പോൾ അതിൻ്റെ സമസ്തപദം എങ്ങനെ വരുന്നു? ന ഭാവഃ അഭാവഃ, ഇവിടെ പറഞ്ഞു പ്രഥമ പദം നിഷേധവാചിയാണെങ്കിൽ, ഇവിടെ പ്രഥമ പദം ന നിഷേധവാചിയല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്? നഞ്ഞ് തത്പുരുഷൻ. ഇനി അതെങ്ങനെ ഈ അഭാവഹയായി? നഞ്ഞ് ന എന്നുള്ളത് എങ്ങനെ ആയായി? ന ഭാവഃ അഭാവഃ, അതെങ്ങനെയായി? അതായത് ന വന്നു കഴിഞ്ഞാൽ ഒരു വ്യഞ്ജനത്തിന് മുമ്പ്, തൊട്ടു മുമ്പ് ഒരു ന വരികയാണെങ്കിൽ, വ്യഞ്ജനത്തിന് തൊട്ടു മുമ്പ് ന വരികയാണെങ്കിൽ ഈ ന എന്തായി മാറും? ആ ആയി മാറും. ഇപ്പം നോക്കിയോളൂ, ന ഭാവഃ, ഇപ്പം ന എന്തായി മാറി? ആയായി. ഭാവഃ അവിടെ ഇല്ലേ? അപ്പം ന ഭാവഃ അഭാവഃ. ഇങ്ങനെ വരുമ്പോഴാണ്, അതായത് എത്ര പ്രഥമം പദം എന്തായിട്ട് വരുന്നു എന്ന് പറഞ്ഞു? നിഷേധവാചി തത്ര നഞ്ഞ് തത്പുരുഷ. മനസ്സിലായില്ലേ? ഇനി വേറൊരു ഉദാഹരണം. ന വിദ്വാൻ എങ്ങനെ പറയും? ഇവിടെ നാ വന്നു, വി എന്നുള്ളത് ഒരു വ്യഞ്ജനമല്ലേ? അവിദ്വാൻ. അപ്പോൾ എന്തായി മാറി? ഇവിടെ ന, ഇവിടെ വ്യഞ്ജനം വന്നിരിക്കുന്നതുകൊണ്ട് ഈ ന ആയി, അവിദ്വാനായി. അപ്പോൾ അത് നഞ്ഞ് തത്പുരുഷ. ഇനി അടുത്തത് ഇപ്പോൾ സ്വരം ഇവിടെ വരികയാണെങ്കിൽ എങ്ങനെ മാറും നോക്കാം. സ്വരം വരുമ്പോൾ എന്തായിട്ട് മാറും? ന ഇച്ഛ. അപ്പോൾ ഇവിടെ സ്വരമല്ലേ? ഈക്ക് തൊട്ട് മുമ്പ് എന്തിരിക്കുന്നു? ന വന്നു, അതായത് നിഷേധവാചി വന്നു. അങ്ങനെ വരുമ്പോൾ ഈ ന അൻ ആയി മാറും. അൻ. അപ്പോൾ നായുടെ കൂടെ ഈ വരുമ്പോൾ അനിച്ഛായി. അനിച്ഛ. ഈ എന്നുള്ളത് സ്വരമാണ്. സ്വരത്തിന് മുമ്പിലാണ് ഒരു നിഷേധവാചി ആയിട്ടുള്ള നാ ഇരിക്കുന്നത്. അതുകൊണ്ട് നാ എന്തായി മാറി? അൻ ആയി മാറി. അൻ പ്ലസ് ഇച്ച അനിച്ചയായി. ഇനി വേറൊന്ന്, നാ പ്ലസ് ഇഷ്ടം ആണെങ്കിൽ, നാ പ്ലസ് ഇഷ്ടം, അതും എന്തായി മാറും? അനിഷ്ടം. അടുത്തത് ന പ്ലസ് അർത്ഥഃ. അവിടെ എന്താ? ഇവിടെ ആയാണ് വന്നിരിക്കുന്ന, ആ സ്വരമാണ്. അപ്പോൾ അനർത്ഥഃ. പ്ലസ് അർത്ഥഃ അനർത്ഥഃ. ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്യഞ്ജനത്തിന് തൊട്ട് മുമ്പ് നിഷേധവാചിയായ നായിരുന്നാൽ ആ നാ ആയായി മാറി അഭാവഹയായി.
സ്വരത്തിന് തൊട്ട് മുമ്പ് നിഷേധവാചിയായ നായിരുന്നാൽ ആ നാ അൻ ആയി മാറും. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഇവിടെ മനസ്സിലായില്ലേ, സമസ്ത ഇത് നാഭാവഹ വിഗ്രഹം, ഇത് സമസ്ത പദം. അപ്പം നഞ്ഞ് സമാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുക. ഇനി രണ്ടാമത്തെ വിഭാഗം തത്പുരുഷ സമാസത്തിൻ്റെ ഒന്നാമത്തെ വിഭാഗം നഞ്ഞ് സമാസമാണെന്ന്. രണ്ടാമത്തെ വിഭാഗമാണ് കർമ്മധാരയ സമാസ. കർമ്മധാരയ സമാസ അത് വിശേഷണ വിശേഷ്യങ്ങൾ. അത് നിങ്ങൾ പണ്ട് ഒരു ഏതോ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശേഷണവും വിശേഷ്യം. വിശേഷണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ വിശേഷിപ്പിക്കുക. അത് വിശേഷണമുണ്ട് വിശേഷ്യമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുകയാണ്. കുട, കറുത്ത കുട. കുട എന്ന് പറയുമ്പോൾ നമ്മൾ കുട എന്നുള്ളതൊരു വിശേഷ്യമാണ്. ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് കുട, അതിനെ വിശേഷണം. എന്താണ് വിശേഷണം അതിലെ? കറുത്ത എന്നുള്ളത്. ആ രീതിയിൽ വരുന്നതാണ് ഇനി അടുത്ത്. അതാണ് കർമ്മധാരയ സമാസം. അതുമാത്രമല്ല ഉപമാനം ഉപമേയങ്ങളുണ്ട്. അത് ഞാൻ പിന്നാലെ പറയാം. ആദ്യം വിശേഷണവും വിശേഷ്യം എന്താണ് അതിൽ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതായത് നീലം ച തത് ഉത്പലം. ഇത് വിഗ്രഹവാക്കാണ്. നീലം ച തത് ഉത്പലം. ഉത്പലം എന്ന് പറഞ്ഞാൽ എന്താ? ലോട്ടസ് താമര. നീലം ച തത് ഉത്പലം. നീലമാണ്. നീല നിറം, ബ്ലൂ, നീല നിറവുമാണ്. അങ്ങനെയുള്ള ഉത്പലം താമര എന്താ പറയുന്നത്? നീലോത്പലം ആണ് പറയുന്നത്. നീലോത്പലം. ഇവിടെ ഉത്പലത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്. വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്പലം, താമരയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ആ ഉത്പലം എന്നുള്ളതാണ് വിശേഷ്യം. വിശേഷിപ്പിക്കപ്പെടേണ്ട പദമാണ് വിശേഷ്യം. അതാണ് ഉത്പലം. അപ്പം ഇനി നീലം എന്നുള്ളത് എന്താണ്? അത് വിശേഷണമാണ്. ഏതിനെ വിശേഷിപ്പിക്കുന്നത്? ഉത്പലത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പം നീലം ച തതുത്പലം, നീലോത്പലം. അപ്പം വിശേഷ്യവുമായി വിശേഷണവുമായി. ഇത് വിശേഷ്യം, ഉത്പലം വിശേഷ്യം, ഇത് വിശേഷണം, വിശേഷ്യവുമായി വിശേഷണവുമായി. അപ്പം വിശേഷണം വിശേഷ്യത്തിനും കൂടെ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമാസമാണ് കർമ്മധാരയ സമാസം. അത് ഏതിൻ്റെ വിഭാഗമാണ്? തത്പുരുഷ സമാസത്തിൻ്റെ വിഭാഗമാണ്. അപ്പോൾ അത് വന്നില്ല. അങ്ങനെ നീലോത്പലമായി ഇങ്ങനെ വരുന്നതാണ് കർമ്മധാര. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ശ്രേഷ്ഠ വൈദ്യ ഇങ്ങനെ വരും. സദ് വൈദ്യ എന്നാണ്. സദ് വൈദ്യ. ശ്രേഷ്ഠ വൈദ്യ. ഇവിടെ വൈദ്യനാണ് എന്ത്? വിശേഷ്യം. അതിനെയല്ലേ വിശേഷിപ്പിക്കുന്നത്? എങ്ങനെയുള്ള വൈദ്യൻ? ശ്രേഷ്ഠനായിട്ടുള്ള. അത് സമസ്ത പദമാണ് സദ് വൈദ്യ. സദ് എന്നുള്ളത് തന്നെ ശ്രേഷ്ഠ എന്നുള്ളത് തന്നെ അതേ സെയിമാണ്. സദ് എന്നുള്ളത് നല്ല വൈദ്യൻ എന്നുള്ളത്. ഇപ്പോൾ വൈദ്യ എന്നുള്ളത് വിശേഷ്യവും ശ്രേഷ്ഠ അല്ലെങ്കിൽ സദ് എന്നുള്ളത് വിശേഷണവും. അപ്പോൾ അത് കർമ്മധാരയ സമാസം. മഹാൻ ച സഹ പുരുഷഃ. മഹാൻ ച സഹ പുരുഷഃ. മഹാനായിട്ടുള്ള ആ പുരുഷൻ. മഹാനായിട്ടുള്ള പുരുഷൻ മഹാപുരുഷഃ. അപ്പോൾ ഇവിടെ പുരുഷയാണ് വിശേഷ്യം. എന്താ വിശേഷണം? മഹാൻ. അപ്പം മഹാപുരുഷയായി. അത് കർമ്മധാരയ സമാസം. ഇനി അതുപോലെ പരമഃ ച സഹ ഈശ്വരഃ. പരമഃ ച സഹ ഈശ്വരഃ. എങ്ങനെ വരും? പരമൻ, ശ്രേഷ്ഠൻ എന്നുള്ളത്. ഈശ്വരയാണ് ഇവിടുത്തെ വിശേഷം. അപ്പം വരുമ്പം പരമേശ്വരഃ. പരമഃ ച സഹ ഈശ്വരഃ പരമേശ്വരഃ.
ദൃഢ ച സാ പ്രതിജ്ഞ. ദൃഢ ച സാ പ്രതിജ്ഞ. ദൃഢമാണ്, ദൃഢമായിട്ടുള്ള ദൃഢപ്രതിജ്ഞ എന്ന് പറയില്ല, ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ. പ്രതിജ്ഞയാണ് ഇവിടുത്തെ വിശേഷ്യം. വിശേഷണം എന്താണ്? ദൃഢ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സാ വന്നു? പ്രതിജ്ഞ സ്ത്രീലിംഗമാണ്. അപ്പോൾ ദൃഢപ്രതിജ്ഞ. ദൃഢപ്രതിജ്ഞ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അടുത്ത് വേറെ ഉദാഹരണം നോക്കിക്കോളൂ. സപ്ത ച തേ ഋഷയഃ. സപ്ത ച തേ ഋഷയഃ. ഇവിടെ ഋഷി എന്നുള്ളതിൻ്റെ, ഋഷി എന്താ? സന്യാസി, മഹർഷി എന്നുള്ള അർത്ഥത്തിൽ. ഋഷി എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് പ്രഥമ പുരുഷ പ്രഥമ വിഭക്തിയാണ്. പ്രഥമ വിഭക്തിയുടെ ബഹുവചനമാണ് ഋഷയഃ. ഋഷി, ഋഷി, ഋഷയഃ എന്നാണ്. അപ്പോൾ ഇവിടെ പ്രഥമ വിഭക്തി വന്നു. നേരത്തെ എല്ലാം നമ്മൾ പ്രഥമ ഏകവചനമാണ് വന്നത്. ഇവിടെ പ്രഥമ വിഭക്തി ബഹുവചനം വന്നു. സപ്ത ച തേ ഋഷയ. സപ്ത, സപ്ത എന്ന് പറയുമ്പോഴത്തേക്ക് 7 എന്നുള്ളത്. സപ്ത 7 പേരും അങ്ങനെയുള്ള അവർ. ഇവിടെ തേ എന്നുള്ളത് ബഹുവചനം വന്നു. എന്തുകൊണ്ട്? ഋഷയ സപ്തയൊക്കെ ബഹുവചനമല്ലേ. തേ ഋഷയ, അത് എന്ത് പറയും? സപ്തർഷയ. സപ്തർഷയ. സപ്തർഷയഃ. സപ്ത ച തേ ഋഷയഃ സപ്തർഷയഃ. ഇവിടെ പ്രഥമ വിഭക്തി ബഹുവചനം വന്നു. അടുത്ത് നോക്കിക്കോളൂ. ക്ഷുദ്രാഹ ച തേ ജന്തവഃ. ഇവിടെ അതൊരു ബഹുവചനമാണ്. ക്ഷുദ്രാഹ, ക്ഷുദ്രജീവി എന്ന് പറയില്ല, ക്ഷുദ്ര നിസ്സാരജീവി എന്നുള്ളത്. ക്ഷുദ്രാഹ ച തേ, അങ്ങനെയുള്ള ജന്തവഃ. ജന്തുവ എന്നുള്ളതും പ്രഥമ വിഭക്തിയാണ്, ബഹുവചനം. ജന്തു, ജന്തു, ജന്തവഃ. അപ്പൊ എങ്ങനെ പറയും? ക്ഷുദ്രജന്തവഹ. ഇവിടെ ജന്തവഹയാണ് എന്ത്? വിശേഷ്യം. ക്ഷുദ്ര എന്നുള്ളത് വിശേഷണം. അപ്പൊ ക്ഷുദ്രജന്തവഹ. ക്ഷുദ്രജന്തവഹ. അടുത്തത് കൃഷ്ണഃ ച സഹ സർപ്പഃ. ഇവിടെ ഏകവചനമാണ്. സർപ്പഃ എന്നുള്ളത് പ്രഥമ വിഭക്തിയാണ്, ഏകവചനമാണ്. കൃഷ്ണഃ, കൃഷ്ണവർണം, കൃഷ്ണവർണം, കറുപ്പ് നിറം എന്നുള്ള അർത്ഥത്തിൽ. സഹ സർപ്പഃ, കൃഷ്ണ വർണ്ണമുള്ള സർപ്പത്തിന് എന്ന് പറയും കൃഷ്ണ സർപ്പഃ. കൃഷ്ണ സർപ്പഃ. അപ്പൊ കൃഷ്ണ എന്നുള്ളത് വിശേഷണം, സർപ്പഃ എന്നുള്ളത് വിശേഷ്യം. ഉത്തമാച തേ ജനാഹ. ഇവിടെയും ബഹുവചനം വന്നു. പ്രഥമ വിഭക്തി ബഹുവചനം വന്നു. ഉത്തമാച തേ ജനാഹ. ഉത്തമരായിട്ടുള്ള ജനങ്ങൾ. ഉത്തമ ജനാഹ, ഉത്തമ ജനാഹ. അടുത്തത് പീതാനി ച താനി അംബരാണി. ഇവിടെ പീതാനി, പീതവർണം, മഞ്ഞ വസ്ത്രം. പീതാനി ച താനി അംബരാണി, അങ്ങനെയുള്ള അംബരം. അംബരം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയാം, പിന്നെന്തൊരു വസ്ത്രം എന്നും പറയാം. അംബരാണി, മഞ്ഞ വസ്ത്രങ്ങൾ. അപ്പൊ ഇവിടെ ബഹുവചനം അംബരം, അംബരേ, അംബരാണി. അപ്പൊ ഇവിടെ പീതാനി ച താനി അംബരാണി. ഇവിടെയും പ്രഥമ വിഭക്തി ബഹുവചനം വന്നു. പീതാംബരാണി. പീതാംബരാണി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടൊക്കെ നോക്കിക്കോളൂ, എല്ലാം പ്രഥമ വിഭക്തി അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ കർമ്മധാരയ സമാസത്തിൽ എപ്പോഴും എന്ത് വരുന്നു? വിശേഷണ വിശേഷങ്ങളായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എപ്പോഴും പ്രഥമ വിഭക്തി മാത്രമേ വരികയുള്ളൂ എന്നാണ്. ഇനി ഇതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കർമ്മധാരയ സമാസമാണ് വിശേഷണ വിശേഷ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഉപമാന ഉപമേയവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ എന്താണ് ഉപമാന ഉപമേയം എന്ന് നമുക്ക് നോക്കാം. ഇനിയുള്ളത് കർമ്മധാരയ സമാസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഉപമാന ഉപമേയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. ആ ഉപമാനം എന്താണ്, ഉപമേയം എന്താണ്, ഇതൊക്കെ നമ്മൾ അലങ്കാരമൊക്കെ പഠിക്കുമ്പോഴത്തേക്കും വരുന്നതാണ് ഈ ഉപമാന ഉപമേയങ്ങളൊക്കെ. ഇവിടെ നോക്കൂ എങ്ങനെയാണ്. അതായത് ഏതെങ്കിലും ഒരു പിന്നെ ഇത് കണ്ടിട്ട് ഇത് അതുപോലെയാണ്, സാമ്യപ്പെടുത്തുകയാണ്, സാദൃശ്യപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളതാണ് ഉപമാന ഉപമേയം. അപ്പോൾ എന്താണ് ഉപമേയം, എന്താണ് ഉപമാനം? ഉപമേയം എന്ന് പറയുമ്പോൾ ഒരു വർണ്ണ്യവസ്തു, വർണ്ണിക്കപ്പെടേണ്ട വസ്തു. നമുക്ക് എന്തിനെ വർണ്ണിക്കുന്നു? ഒരു പൂവിനെ വർണ്ണിക്കില്ലേ, അതുപോലെ പൂ ആണോ അതിന് വർണ്ണ്യവസ്തു, അതായത് ഉപമേയം. വർണ്ണ്യവസ്തു അല്ലെങ്കിൽ ഉപമേയം. ഇനി ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? ഏതിനോടെങ്കിലും സാദൃശ്യപ്പെടുത്തണം, സാമ്യപ്പെടുത്തണം, അത് ഉപമാനം, അത് അവർണ്ണ്യവസ്തു.
അപ്പോൾ വർണ്ണ്യവസ്തു ഉപമേയം, അവർണ്ണ്യവസ്തു ഉപമാനം. ഇത് മനസ്സിലാക്കിയിട്ട് നോക്കിയോളൂ. ഘന ഇവ ശ്യാമഃ, ഘന ഇവ ശ്യാമഃ. ശ്യാമഃ എന്ന് പറയുന്നത് ശ്യാമവർണ്ണം, ശ്യാമവർണ്ണം. ഘന മേഘത്തെ പോലെ, ഒരു കറുപ്പ് നിറം കണ്ടിട്ട് ഇത് മേഘത്തെ പോലെയാണ് എന്ന് പറയും. ഘന ഇവ, ഇവ പോലെ, അതുപോലെ. ഏതുപോലെ? ഘന ഇവ ശ്യാമഃ. ഇവിടെ ശ്യാമത്തിനൊക്കെ കറുപ്പിനെയാണ് വർണ്ണിക്കുന്നത്. ഏതുപോലെ? ഘനം, മേഘം, ഘനം മേഘം. അപ്പോൾ ഇവിടെ ശ്യാമഃ എന്നുള്ളത് ഉപമേയം, ഉപമേയം. ഇത് ഉപമേയം, ഉപമേയം. ഘന ഉപമാനം, ഉപമാനവും ഉപമേയവും. മനസ്സിലായില്ലേ എന്താ ഉപമാനവും ഉപമേയം? അപ്പോൾ ഉപമേയം എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുന്ന വസ്തു ഏതിനെങ്കിലും ഒന്നിനെ വർണ്ണിക്കുന്നു. ഏതിനോടാണ്? ഏതിനോടാണ് അവർണ്യ വസ്തു? അതാണ് ഉപമാനം. അപ്പോൾ ശ്യാമവർണ്ണം ഏതിനോട് ഉപയോഗിക്കുന്നു? ഘനത്തെ പോലെ, ഘനത്തെ പോലെയുള്ള ശ്യാമവർണ്ണം, ശ്യാമം. അടുത്തത് പുരുഷ സിംഹ ഇവ. പുരുഷനാണ്, പുരുഷ, പുരുഷൻ ഒരാൾ. സിംഹ ഇവ, സിംഹത്തെ പോലെ. അപ്പോൾ ഇവിടെ ഏതാണ് ഉപമേയം? വർണ്ണിക്കുന്ന വസ്തു ഏതാണ്? പുരുഷനെ അല്ലേ, ഒരാളിനെ അല്ലേ പുരുഷ. അപ്പോൾ പുരുഷനാണ് ഏതുപോലെ? സിംഹത്തെ പോലെ, സിംഹത്തെ പോലെ. പുരുഷ സിംഹ ഇവ. അപ്പോൾ ഈ സിംഹം എന്നുള്ളത് ഉപമാനം, പുരുഷ എന്നുള്ളത് ഉപമേയം, പുരുഷ എന്നുള്ളത് വർണ്ണ്യവസ്തു ഉപമേയം, സിംഹ എന്നുള്ളത് അവർണ്യവസ്തു ഉപമാനം. ഇവ എന്ന് പറഞ്ഞാൽ അതുപോലെ സാദൃശ്യപ്പെടുത്തുകയാണ്. അതിനെ എങ്ങനെ പറയും? അപ്പോൾ ആദ്യം ഘനശ്യാമഹ, എങ്ങനെ നമുക്ക് സമസ്തപദങ്ങളും? ഘനശ്യാമഹ, ഘനശ്യാമഹ. അടുത്തത് സിംഹ, പുരുഷ സിംഹ ഇവ. പുരുഷ സിംഹ, പുരുഷ സിംഹ. അടുത്തത് പുരുഷ വ്യാഘ്ര, വ്യാഘ്ര കടുവ. പുരുഷ വ്യാഘ്ര ഇവ. അപ്പോൾ അവിടെ എങ്ങനെ അറിയും? പുരുഷ വ്യാഘ്ര. അവിടുത്തെ പിന്നെ ഏതാണ്? പുരുഷയാണ് വർണ്ണ്യവസ്തു ഉപമേയം, വ്യാഘ്ര അവർണ്യവസ്തു ഉപമാനം. അപ്പോൾ പുരുഷ വ്യാഘ്ര. അപ്പോൾ നമ്മളിപ്പോൾ തത്പുരുഷ സമാസത്തിലെ 2 വിഭാഗം പഠിച്ചു കഴിഞ്ഞു. ഒന്ന് നന്യ തത്പുരുഷൻ, അടുത്ത കർമ്മധാരയ. ഇനി കർമ്മധാര ഇനിയുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.